ഞാൻ മിനി നജീബ് ആർട്ടിസ്റ്റിക് ഫോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓർക്കിഡിൻ്റെ പൂക്കളിൽ നമുക്ക് ഏറ്റവും ഭംഗി കൂടുതലായി തോന്നുന്നൊരു വെറൈറ്റിയാണ് ഫെലനോപ്സിസിൻ്റെ പൂക്കൾ. ശരിക്കും ഇത് വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം ഇതിനകത്ത് ഫ്ലവർ വരുന്നൊരു വെറൈറ്റിയാണ്. എന്നാൽ പ്ലാന്റിൻ്റെ മെച്യൂരിറ്റി അനുസരിച്ച് അതിന് വ്യത്യാസവും വരുന്നുണ്ട്. ചില പ്ലാന്റിൽ നമുക്ക് വർഷം മുഴുക്ക പൂക്കൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഫെലനോപ്സിസ് വളർത്തുന്നവർക്കറിയാം, കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലവർ വന്നുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടിയും ഭംഗി പുതിയ പൂങ്കുലകൾ വന്ന് നിറയുന്നതാണ്. അങ്ങനെ വരാനായി ഞാൻ എന്താണ് എല്ലാ വർഷവും ചെയ്യുന്നതെന്ന് കാണിക്കാം. നമ്മുടെ കാലാവസ്ഥ ചൂടെല്ലാം മാറി നല്ല മഴയും തണുപ്പിലേക്കും കയറി. അപ്പോഴാണ് ഫെലനോപ്സിസിൽ നിറയെ ബഡ് വരുന്ന ഒരു സമയം. സാധാരണ നമ്മൾ പറയും സ്പൈക്കിൻ്റെ അറ്റം ഉണങ്ങിയാൽ മാത്രം നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയെന്ന്. എന്നാൽ ഞാൻ അങ്ങനെ നിർത്താറില്ല. കഴിഞ്ഞ വർഷം വന്ന സ്പൈക്ക് ഒന്നുകിൽ ബഡ് കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അതിനകത്ത് തൈ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ബാക്കി ഇതൊന്നും ഇല്ലാത്ത സ്പൈക്കുകളെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളയും. ഇതുപോലെ ഇതിപ്പം ഫ്ലവറിങ്ങിൻ്റെ സീസണാണ്. ഇത് പ്ലാന്റിലെല്ലാം ബഡ് വരുന്നൊരു സീസണാണ്. അപ്പോൾ അതിനു മുമ്പ് ഇപ്പം ഇതിനകത്ത് ബഡില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സ്പൈക്കിനെ കട്ട് ചെയ്ത് കളയും. ഈ പൂങ്കുലയിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇതിനകത്ത് പുതിയ തൈകളും ഇല്ല, പുതിയ ബഡും ഇല്ല. ഇങ്ങനെയുള്ള സ്പൈക്കാണ് കട്ട് ചെയ്ത് കളയേണ്ടത്. ഫ്രഷ് ആണെങ്കിൽ പോലും കട്ട് ചെയ്ത് കളയും. ഇപ്രാവശ്യത്തെ ചൂടിൻ്റെ കൂടുതലുകൊണ്ടാണ് ഇതിൻ്റെ ഫ്ലവറെല്ലാം പ്ലാന്റിൽ അത് പൊഴിയുന്നതിന് മുമ്പേ തന്നെ ഉണങ്ങിപ്പോയേക്കുന്നത്. ഈ സ്പൈക്കും ഒന്നും ഉണങ്ങിയിട്ടില്ല. എല്ലാം നല്ല ഫ്രഷായിട്ട് താഴെ വരെ ഫ്രഷായിട്ട് നിൽക്കുന്ന സ്പൈക്കുകളാണ്. അതും ഞാൻ കട്ടി കൂടിയ 3 നോഡ് വെച്ചിട്ട് കട്ട് ചെയ്ത് കളയുകയാണ്. അതിൻ്റെ അറ്റത്ത് ബഡില്ലാത്തത് കൊണ്ട് ഞാൻ ബഡില്ലാത്ത എല്ലാ സ്പൈക്കുകളും കട്ട് ചെയ്ത് കളയും. ഇങ്ങനെ കട്ട് ചെയ്ത് കളയുന്നത് വഴി കട്ട് ചെയ്തതിൻ്റെ താഴെ തന്നെ പുതിയ ബഡ് വരികയും ആരോഗ്യത്തോടുകൂടിയുള്ള പുതിയ സ്പൈക്ക് വരികയും ചെയ്യും. സാധാരണ നമ്മൾ കട്ട് ചെയ്യാതെ നിർത്തിയേക്കുന്നത് പുതിയ തൈകൾ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് ഫ്ലവർ പൊഴിയുന്ന ഉടനെ കട്ട് ചെയ്യരുത്. ഈ വർഷം വന്ന സ്പൈക്ക് അടുത്ത വർഷം ആകുമ്പോഴേ കട്ട് ചെയ്യാവുള്ളൂ. ഇത് എനിക്ക് വർഷം മുഴുക്ക പൂക്കൾ തന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റാണ്. ഈ പ്ലാന്റിൽ നോക്കിയാൽ അറിയാം, 2-3 ഫ്ലവറേ ഉള്ളൂ. ബാക്കി ഒന്നിലും ഇപ്പം ബഡ് വരുന്നില്ല. അതുകൊണ്ട് ഞാനിത് കട്ട് ചെയ്ത് കളയും. ഇങ്ങനെ പുതിയ മൊട്ടുകളോ തൈകളോ വരാത്ത ആരോഗ്യമുള്ള സ്പൈക്കിന് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ പുതിയ സ്പൈക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഈ തണുപ്പത്ത് അധികം താമസിയാതെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇത് നേരത്തെ ഒടിഞ്ഞ ഒരു സ്പൈക്കിനകത്ത് ആ നോഡിൽ നിന്ന് ബഡ് വരുവാണ്. ഇതെല്ലാം എൻ്റെ ഇതുവരെ ഫ്ലവർ ചെയ്യാത്ത പ്ലാന്റുകളാണ്. ഇതെല്ലാം ബഡ് വരുമോ എന്ന് നോക്കാനായി ഞാൻ മഴയത്തിടാൻ പോവുകയാണ്. മഴയത്തിടുമ്പോൾ പ്ലാന്റിന് കൂടുതൽ തണുപ്പ് കിട്ടുകയും ബഡ് വരാൻ സാധ്യത കൂടുകയും ചെയ്യും. മഴയത്തിട്ടാൽ ചീഞ്ഞു പോത്തില്ലേന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഇത്രയും മെച്യൂർ പ്ലാന്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല. ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്ന പൂക്കളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കണം. പിന്നീട് ചെയ്യേണ്ടത് ലീഫുകളെല്ലാം നല്ല ക്ലീൻ ആക്കണം. ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് റഫായിട്ടുള്ള ടവലാണ്. ഈ തുണി ഹൈഡ്രജൻ പെറോക്സൈഡ് സൊല്യൂഷനിൽ മുക്കിയിട്ട് ലീഫിൻ്റെ അകവും പുറവും നല്ലതായി തുടയ്ക്കുക. എല്ലാ ലീഫുകളും തുടയ്ക്കണം. ശരിക്കും ഇത് 3 മാസം കൂടുമ്പോഴും നമ്മൾ ഫെലനോപ്സിസിൻ്റെ ലീഫ് തുടയ്ക്കുന്നത് നല്ലതാണ്. 3% അടങ്ങിയ ഹൈഡ്രജൻ പെറോക്സൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ 10 ml വരെ ഒഴിക്കാം. തുടയ്ക്കാനാണെങ്കിൽ 10 ml വരെ ഒഴിക്കാം. സ്പ്രേ ചെയ്യാനാണെങ്കിൽ 5 ml എടുക്കാവുള്ളൂ. കണ്ടോ, ലീഫിൽ നേരത്തെ നമ്മൾ കൊടുത്ത വളങ്ങളും അന്തരീക്ഷത്തിലെ പൊടിയും എല്ലാം അടിഞ്ഞുകൂടിയതെല്ലാം ക്ലീൻ ആയി കഴിയുമ്പോൾ പ്ലാന്റിന് ഇൻഫെക്ഷനും കുറയും. നമ്മൾ ഇനി കൊടുക്കുന്ന ഫെർട്ടിലൈസറും അതിന് ഗുണം ചെയ്യും. ഇനി പൂക്കാനായി നമ്മൾ കൊടുക്കേണ്ടത് മൈക്രോന്യൂട്രിയൻസ് ചേർന്ന ഫെർട്ടിലൈസർ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മൈക്രോന്യൂട്രിയൻസ് മാത്രം കിട്ടാത്തവർ പവർ 19 വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാം ഉണ്ട്. മൈക്രോന്യൂട്രിയൻസും വൈറ്റമിൻസും എല്ലാം ചേർന്നാണ് പവർ 19. പിന്നീട് കൊടുക്കേണ്ടത് നൈട്രജൻ കുറഞ്ഞ വളങ്ങൾ കൊടുക്കാം. പിന്നീട് കൊടുക്കേണ്ടത് NPK ഒരേ റേഷ്യോയിലുള്ളത് 19-19-19 കൊടുക്കാം. ഇതെല്ലാം പൂക്കാൻ സഹായിക്കും.
ഇതെല്ലാം മാറി മാറി തന്നെ കൊടുക്കണം. ഒരേ ഫെർട്ടിലൈസർ അടുപ്പിച്ച് കൊടുക്കരുത്. മഴക്കാലം ആയതുകൊണ്ട് ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുക്കുകയേ ചെയ്യരുത്. പെട്ടെന്ന് പ്ലാന്റിന് ഇൻഫെക്ഷൻ ഉണ്ടാവും. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരാം.